അമ്മമാരുടെ വോയിസ് ഇട്ട് സംസാരിക്കണേ. അതിൽ വായി പൊളിച്ച പച്ച നോണ വരണേ. അടുപ്പില് വെള്ളം ഒഴിച്ചു. ഞങ്ങക്ക് പ്രാന്തല്ല, ഞങ്ങള് അന്ന് അടുപ്പില് ഉമ്മ ഒരു വട്ടം വെള്ളം ഒഴിച്ചു. നോ പ്രോബ്ലം. ഷാജിനെ എല്ലാവർക്കും അറിയും. ഉമ്മ ജട്ടി കാണിക്കാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് മോനെ. ഇങ്ങനെ തുള്ളട തീടത്താ ഇങ്ങനെ വന്നിച്ച് കാണിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് മോനെ. ജട്ടി കാണിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. നീ ഉണ്ടാക്ക പുളുത്തി ഉണ്ടാക്കട. യൂട്യൂബിൽ പുളുത്തി നീ ഉണ്ടാക്കി കാണിക്കട. പുളുത്തി ഇതാണ് ആ മൈരൻ കള്ളൂടിയ സിനാനി. ഇതാണ് ആ മൈരൻ കഞ്ചാവടിയ മുത്തു. കാദറിന്റെ മകൻ മുത്തു കള്ളൂടിയൻ. കഞ്ചാവടിയെ മുത്തു. ഞാനിട്ട വൈറലാവും, നീ ഇട്ട വൈറലാവില്ല, ഞാൻ ഇട്ട ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഷാജിദ ഷാജിയുടെ ഉമ്മയുടെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ ഷാജിദ ഷാജിയുടെ കമന്റ് ബോക്സുകളിൽ മുഴുവൻ ഉമ്മയെ അനുകൂലിച്ചും അതുപോലെ തന്നെ ഷാജിദ ഷാജിയെ തെറി പറഞ്ഞുമുള്ള കമന്റുകളുടെ പൊടി പൂരമാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഷാജിദ ഷാജി ഇപ്പോൾ സ്വന്തം മക്കളെ തന്നെ കളത്തിലിറക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയായിപ്പോയി എന്ന് മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടിയുള്ളൂ. കുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സ്കിപ്പ് ചെയ്തു പോകണം. കാരണം മലയാള ഡിക്ഷണറിയിൽ പോലും ഇല്ലാത്ത അത്രയ്ക്ക് മറയ്ക്കുന്ന ചില പുതിയ വേർഡുകൾ മലയാളത്തിന് നമ്മുടെ ഷാജിദ ഷാജി സംഭാവന ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ദയവായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചതിന് ശേഷം കാണുക. ആദ്യമായി നമുക്ക് ഷാജിദയുടെ മൂത്ത മകൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ചെയ്ത ആൾക്കാരുള്ള കാര്യം മൊത്തം അറിയൂല. ഇപ്പൊ എന്റെ ഉമ്മമാന്റെ വോയിസ് ഇറങ്ങി. അതിലെല്ലാ കാര്യം ഉണ്ടോ നിങ്ങൾക്ക് അറിയോ? നിങ്ങളൊക്കെ കമന്റും നിങ്ങളുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കണ്ട അവരിവിടെ ഇരുന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയണവരാന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. ശരിക്കും ഞങ്ങളാണ് ഇത് മൊത്തം അനുഭവിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ വിചാരിക്കും ഉമ്മ പറയിപ്പിച്ചാണെന്ന്. ഇത് ഉമ്മയും കൂടി അറിഞ്ഞിട്ടില്ല ആ വീടെടുക്കണേ. ഉമ്മാനൊക്കെ ഉള്ളതാണ് ഞങ്ങൾ ഇടുന്നത് ചെയ്യുന്നത്. ഞങ്ങൾ പിന്നെ ഉമ്മ എന്റെ യൂട്യൂബിൽ ഇത്രയും പേഴ്സണൽ കാര്യങ്ങൾ എന്താ യൂട്യൂബിലാണ് കാരണം പറഞ്ഞാൽ നാളെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അല്ലാണ്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല ഇത് ഇട്ടത്. ഞങ്ങൾക്കും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നാളെ ഇപ്പൊ ആ എന്റെ ഉമ്മമാന്റെ ആ വീഡിയോ ഇറക്കിയത് കാരണം അത്രയും ഞങ്ങൾക്ക് എതിരെ റിയാക്ഷൻ വീഡിയോ ആയിരുന്നു. ഇമ്മമാനെ സപ്പോർട്ട് ചെയ്ത്. കാരണം ഇമ്മമ്മ ഞങ്ങളെ ഒരു ഇതുമില്ല, ഞങ്ങളുടെ ഒരു സപ്പോർട്ടും ഇല്ല. ഞങ്ങളെ എപ്പോ കണ്ടാലും ഒരു ഇതും ഇല്ല. അപ്പം ഷാജിദ ഷാജി പറഞ്ഞതുപോലെ എല്ലാം വളരെ കറക്റ്റായിട്ട് മോൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. മോനെ ഈ കാര്യങ്ങൾ ഉമ്മാനെ പറ്റി കുറച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോൾ ദേഷ്യവും വിഷമവും എല്ലാം തോന്നിയിട്ടാണ് മകൻ ഇത് വന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെയാണ് മോനെ, നിന്റെ ഉമ്മയുടെ ഉമ്മായെ പറ്റി ഉമ്മ പറഞ്ഞ തെറികളെല്ലാം കേട്ടാൽ ഉമ്മക്കും സങ്കടം വരും. അതുകൊണ്ട് തന്നെയാണ് നിന്റെ മൂത്തമ്മ എൻ്റെ ഉമ്മ ചെയ്ത കാര്യങ്ങളെല്ലാം പുറത്ത് പറയാൻ തയ്യാറായത്. ബാക്കി പറ. അപ്പോൾ ഷാജിദ ഷാജിയുടെ മൂത്ത മകൻ പറയുന്നുണ്ട്, ഉമ്മ പറഞ്ഞിട്ടൊന്നുമല്ല ഞാനിത് പറയുന്നത്, ഉമ്മ അറിയാതാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് എന്ന്. പറയുന്നത് കേട്ടപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ബാക്കി പറ. അമ്മമാരുടെ വോയിസ് ഇട്ട് സംസാരിക്കണേ. അതിൽ വായി പൊളിച്ച പച്ച നോണ വരണേ. അടുപ്പില് വെള്ളം ഒഴിച്ചു. ഞങ്ങക്ക് പ്രാന്തല്ല, ഞങ്ങള് അന്ന് അടുപ്പില് ഉമ്മ ഒരു വട്ടം വെള്ളം ഒഴിച്ചു. കായ അത്രയ്ക്കും സഹിക്കാൻ പറ്റാണ്ടായിട്ടാണ് ഉമ്മ ഒഴിച്ചത്. കുട്ടി അവിടെ നിക്കാണ്. ഇവര് ഫുള്ള് ആളാണ് കത്തിച്ചിട്ട് കുട്ടികള് അപ്പുറത്താണ് ഞങ്ങള് പാത്രം വെക്കാറ്. അവിടെ വെക്കാൻ പോയപ്പോ കുട്ടി തീക്ക് കൈപെടാൻ പോയി. അതിലുമ്മ വലിച്ചു. അതിലുമ്മക്ക് ആ കുട്ടിക്ക് എന്തെങ്കിലും ആയിലെ ദേഷ്യം പറഞ്ഞിട്ടാണ് ഉമ്മ വെള്ളം ഒഴിച്ചത്. പിന്നെ അവര് കഞ്ഞിയൊക്കെ വേണ്ടിട്ട് വെള്ളം ഒഴിച്ചത് സ്വയം വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങളുടെ മേലെ കുറ്റിട്ടിട്ടാണ് അവര് ഗ്യാസിൽ വെള്ളം വെച്ചത്. അത് ഞങ്ങള് ഗ്യാസിൽ വെള്ളം വെച്ചത് ഞങ്ങള് ഒന്നും പറഞ്ഞില്ല. അവര് എന്തിനാണ് വെറുതെ അങ്ങനെ കാട്ടിയത്? സ്വയമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെള്ളം നിറച്ചിട്ട് നിങ്ങളെ വെള്ളം ഒഴിച്ച് പറഞ്ഞിട്ട് ഞങ്ങളുടെ മേലെ ഇട്ടിട്ട് ഗ്യാസ് എത്തിച്ചുണ്ടാക്കി. അത് ഞങ്ങൾക്ക് പറ്റിയില്ല. അതിൽ ഞാൻ പ്രതികരിച്ചു. അതെനിക്ക് കണ്ടപ്പോ പറ്റിയില്ല, ഞാൻ പ്രതികരിച്ചു. ആ വെള്ളം ഒഴിച്ചിട്ട് 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഗ്യാസിന്റെ കാര്യം നടക്കുന്നത്. നാവെടുത്താൽ കള്ളത്തരം മാത്രമേ പറയൂ എന്നാണ് മൂത്ത മകനും പറയുന്നത്. വളരെ എല്ലാം പഠിപ്പിച്ച് വിട്ടിരിക്കുകയാണ് ഈ മൂത്ത മോനെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉമ്മയുടെ വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടതിന് പിന്നാലെ പറഞ്ഞിരുന്നു, ആ ഉമ്മ തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞ് വന്നതിന് ശേഷം അല്പം ചോറ് വെക്കാൻ വേണ്ടി അടുപ്പത്ത് വെള്ളമിട്ടതിന് ശേഷം തീ കത്തിച്ചപ്പോൾ ഷാജിദ ഷാജി ആ അടുപ്പിൽ വെള്ളം ഒഴിച്ചിരുന്നു. അത് സത്യമാണെന്ന് ഈ മോൻ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. ഉമ്മ ഒരു പ്രാവശ്യം വെള്ളം അടുപ്പിൽ പാർന്നു എന്ന് ഈ മൂത്ത മകൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം സ്റ്റൗ മോൻ ഓഫാക്കി എന്നും ആ ഉമ്മ വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്. അതും
ഇപ്പോൾ ഈ മൂത്ത മകൻ 17 വയസ്സുള്ള ഈ മൂത്ത മകൻ സമ്മതിച്ചിരിക്കുകയാണ്. കാരണം പറയുന്നത് അടുപ്പിൽ തീ കത്തിച്ചപ്പോൾ ചെറിയ മോൻ്റെ കൈ പൊള്ളി എന്നാണ് ഈ മൂത്ത മകൻ പറയുന്നത്. പക്ഷേ അപ്പോൾ മൂത്തമ്മ പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമാണ്. തൻ്റെ ഉമ്മ അവിടുന്ന് ചോറ് വെക്കുന്ന സമയത്ത് അടുപ്പിൽ വെള്ളം ഒഴിച്ചു എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ഇത് തന്നെയാണ് നിൻ്റെ മൂത്തമ്മയും പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇത്രയേ ഉള്ളൂ. കാരണം നീ നിൻ്റെ ഉമ്മാനെ നന്നാക്കി പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് നിൻ്റെ ഉമ്മ പഠിപ്പിച്ചു തന്നെല്ലാം വളരെ കൃത്യമായിട്ട് ഇവിടെ വന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആർക്കും അതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ ഷാജി ഇന്നലെ പുറത്ത് വിട്ട വീഡിയോയിൽ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഷാജിക്ക് 2 മുഖമുണ്ട് എന്നും അതിലൊരു മുഖമാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഇത് കണ്ടതിന് ശേഷം അവസാനം ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ രണ്ടാമത്തെ ഒരു മുഖവും നിങ്ങൾക്ക് കാണാം. ആദ്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, കുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സ്കിപ്പ് അടിച്ച് പോവുക. നമുക്ക് നീ വലിയ വർത്താനം പറയണ്ട. എന്റെ മക്കളൊക്കെ സാക്ഷിയാണ്. എന്താണ് ഏത് റഫീഖിടെ മൈര, ഏത് റഫീഖിനെടാ നിനക്ക് അറിയാം മൈര? കഞ്ചൂടിയ കള്ളൂടിയ കഞ്ചാവടിയന്മാരെ ഏറിനെടാ നിനക്ക് അറിയാം മൈര? നിങ്ങൾ വാടാ നിന്റെ ഏട്ടനെ വിളിക്കടാ. ലക്ഷങ്ങൾ വാങ്ങിയവനെ വിളിക്കടാ. വിളിക്ക്. എനിക്ക് നോ പ്രോബ്ലം. ഷാജിനെ എല്ലാവർക്കും അറിയും. തട്ടെടുത്തിട്ടാടാ. അതെടുത്തിട്ടാടാ. ഉമ്മ ചട്ടി കാണിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് മോനെ. ഇങ്ങനെ തൊള്ളട ചെയ്യണ ഇങ്ങനെ വന്നിച്ച് കാണിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് മോനെ. ചട്ടി കാണിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. നീ ഉണ്ടാക്കടാ. യൂട്യൂബിൽ പുളുത്തി നീ ഉണ്ടാക്കി കാണിക്കട. പുളുത്തി ഇതാണ് ആ മൈരൻ കള്ളൂടിയ സിനാനി. ഇതാണ് ആ മൈരൻ കഞ്ചാവടിയ മുത്തു. കാദറിന്റെ മകൻ മുത്തു കള്ളൂടിയൻ. കഞ്ചാവടിയ മുത്തു. ഞാനിട്ട വൈറലാവും, നീ ഇട്ട വൈറലാവില്ല. ഞാൻ ഇട്ട വൈറൽ. കഞ്ചാവടിയ മുത്തു കള്ളൂടിയ സിനാന്. നീ നിന്റെ പെങ്ങന്മാരെ ഒതുക്കണ മൈര. 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 മൈരമാര് ഇവിടെ വരില്ല. ഒരു മൈരമാര് ഇവിടെ വരില്ല. ഇവിടെ ഒരു മൈരമാരില്ല. പോടാ മൈര. എത്ര സംസ്കാര ശൂന്യമായിട്ടാണ് ഒരു സ്ത്രീ, എത്ര ലാഘവത്തോടു കൂടിയാണ് സ്വന്തം വാപ്പയുടെ അനുജനെ വിളിക്കുന്ന തെറി എന്ന് പറഞ്ഞാൽ. ഈ ഭൂലോക മലയാളത്തിൽ ഒരു ആണിനും ഇതുവരെ ഒരു പെണ്ണിൻ്റെ വായിൽ നിന്നും ഇത്രയും വലിയ തെറി കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതുപോലെ തന്നെ സ്വന്തം ഉമ്മാനെ വളരെ മയച്ചകരമായ രീതിയിൽ മലയാളത്തിൽ കേട്ടാൽ അറയ്ക്കുന്ന തെറികളാണ് ഈ ഷാജിദ വിളിച്ചു പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ഷാജിദയുടെ വീടും ഈ എളാപ്പയുടെ വീടും തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല. പക്ഷേ ആ ഗ്യാപ്പിനിടയിൽ അപ്പുറവും ഇപ്പുറവും വീടുകൾ നിൽക്കുന്നുണ്ട്, ആൾക്കാരെല്ലാം ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ ആ നാട്ടുകാർ ഇടപെടുന്നില്ല എന്നതിൻ്റെ ഏറ്റവും ഒരുപാട് പേർ നമ്മൾ കമന്റ് ചെയ്ത് ചേർത്തിരുന്നു, എന്തുകൊണ്ട് ഈ അയൽവാസികളൊന്നും ഇതിൽ ഇടപെടുന്നില്ല. ഈ സ്ത്രീയുടെ വായിൽ നിന്ന് വരുന്ന തെറി നിങ്ങളൊന്ന് കേട്ടു കാണും. ആരെങ്കിലും പിടിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കാനോ പോയി കഴിഞ്ഞാൽ ഇത്തരം ഭാഷകളാണ് പുറത്തേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരെ ഒന്ന് സമാധാനിപ്പിക്കുക, എങ്ങനെയാണ് അവരുടെ പ്രശ്നത്തിൽ മറ്റ് ആൾക്കാർ ഒന്ന് ഇടപെടുന്ന എല്ലാവരും നാറും, അത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ആരും ഇവരുടെ കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കാത്തത് എന്നുള്ളത് ഇത് കേൾക്കുന്ന ഏവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ മ്ലേച്ഛകരമായ തെറികൾ കേട്ടപ്പോൾ വടിയെടുത്ത് അടിക്കാൻ ഓങ്ങി വരുന്നത് വരെ നമുക്ക് ആ വീഡിയോയിൽ കാണാം. അതിന് മറുപടിയായിട്ട് ആ സ്ത്രീ വിളിച്ചു പറയുന്ന വർത്തമാനം കേട്ടാൽ ഇതാണ് ഷാജിദ. ഏതായാലും ഷാജിദക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒന്നല്ല 2 മുഖമുണ്ട് എന്ന്. തീർച്ചയായും അത് സത്യമാണ്. ആ രണ്ടാമത്തെ മുഖം എന്ന് പറയുന്നത് വളരെ ഇസ്ലാമിക ജീവിതചര്യയുള്ള, അതുപോലെ തന്നെ വളരെ സ്ത്രീത്വമുള്ള, നല്ല സൗമ്യമായ സ്വഭാവത്തോടു കൂടിയ ഒരു ഷാജിദയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? എല്ലാവർക്കും മക്കൾക്ക് സുഖമാണ്.
അപ്പൊ ഇന്നലെ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രസ്സിന്റെ കാര്യത്തില്. അപ്പൊ അത് ബുക്കിംഗ് ആയിട്ട് എല്ലാവർക്കും എന്റെ ഉള്ള ഡ്രസ്സുകളൊക്കെ കുറെ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്താ പറയാ ഏറ്റവും ആരൊക്കെ ആൾക്കാർ അർഹതപ്പെട്ട ആൾക്കാർ ഞാൻ അതിൽ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് ഞാൻ ഇന്ന് അയച്ചു കൊടുക്കും. അപ്പൊ ഇനി ആരും മെസ്സേജ് അയക്കണ്ട. ഇനി ക്രീമിന്റെ കാര്യത്തിന് മെസ്സേജ് അയച്ചാൽ മതി. ഡ്രസ്സ് ഞാൻ ഇൻഷാല്ല ഇനി അടുത്ത പ്രാവശ്യം ആവുമ്പോ ഞാൻ നിങ്ങൾക്ക് ഷോർട്സ് ഇടാം. അപ്പൊ നിങ്ങൾ അയച്ചാൽ മതി. ഇപ്പൊ എല്ലാവർക്കും ഏകദേശം ആയിട്ട് എന്റെ ഡ്രസ്സിന്റെ ഒരു ഇതായി. നിങ്ങൾ കണ്ടില്ലേ, സാജിദ പറയുന്നത് കേട്ടില്ലേ, തന്റെ കയ്യിലുള്ള ഡ്രസ്സുകൾക്കുള്ള ഓർഡറുകൾ ഒരുപാട് വന്നിരിക്കുന്നു. അതിൽ നിന്ന് അർഹരായ ആൾക്കാരെ സാജിദ സെലക്ട് ചെയ്തതിന് ശേഷം കയ്യിലുള്ള ഡ്രസ്സുകളെല്ലാം തന്നെ സാജിദ അയച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇനി ആരും മെസ്സേജ് അയക്കേണ്ടതില്ല, അതെല്ലാം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നല്ല കാര്യം. ഇതാണ് ഷാജിദയുടെ മാർക്കറ്റിംഗ്. ഇതാണ് സാജിദയുടെ രണ്ടാമത്തെ ഒരു മുഖമാണ് നിങ്ങൾ കണ്ടത്. അതുപോലെ തന്നെ സാജിദ ഇപ്പം പുതിയൊരു പരിപാടി തുടങ്ങിയിരിക്കുന്നു. ബ്യൂട്ടി ക്രീം എന്നൊരു ക്രീമായിട്ട് സാജിദ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. വളരെ വില കുറവാണ്, നിങ്ങൾക്കും വേണമെങ്കിൽ വാങ്ങാം. നമ്മുടെ ഷാജീസ് ബ്യൂട്ടി ക്രീം ഉണ്ട്. റേറ്റ് വരുന്നത് 999 രൂപ. ഷിപ്പിംഗ് ചാർജ് വരുന്നത് മിനിമം 70 രൂപയാണ്. ഏതൊക്കെ രാജ്യങ്ങളാണ് ഏതൊക്കെ ജില്ലകളാണെന്ന് പറഞ്ഞാല് ഞാൻ എത്തിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഷിപ്പിംഗ് ചാർജ് കൂടും. അപ്പൊ പിന്നെ എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ഖത്തറ്, സൗദി അറേബ്യ അങ്ങനെ 2 ഇതിലേക്ക് രാജ്യങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു ക്രീമൊന്നും നിങ്ങൾക്ക് നഷ്ടമാണ്. അപ്പൊ നിങ്ങൾ ഒരു 3 ക്രീമെങ്കിലും എടുത്താലാണ് അത് നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ. എന്താണ് 1/2 കിലോ വരയ്ക്കാണ് അയക്കാൻ പറ്റുമെന്നാണ്. ഞാൻ DTDC വഴിയാണ് അയക്കുന്നത്, സ്പീഡ് കൊറിയർ. അപ്പൊ 1/2 കിലോ വരയ്ക്ക് അയക്കാം. സംഭവം ഒരു ക്രീമിന് 1/2 കിലോ വരയ്ക്ക് അയക്കുന്നതിന്റെ ആ ഒരു സംഭവം വരുന്നത് തന്നെ 1500, 2000, 2500 രൂപ. ഓരോ ഗൾഫ് രാജ്യങ്ങൾക്ക് ഓരോ റേറ്റ് ആണ് വരുന്നത്. അപ്പൊ ഞാൻ അയച്ചൊക്കെ തരാം. നിങ്ങളുടെ ഷിപ്പിംഗ് ചാർജ് ഇത്രയൊക്കെ വരുന്നത്. എന്റെ ക്രീമിന്റെ റേറ്റ് 1000 രൂപ വരുന്നത്. പക്ഷെ ഷിപ്പിംഗ് ചാർജ് ഇത്രയൊക്കെ വരുന്നുണ്ട്. നാട്ടിലത്തെ പൈസ നിങ്ങൾക്ക് അവിടെ നിസ്സാരമായിരിക്കും. അവരുടെ പേരിൽ സ്വന്തമായ ക്രീം വന്നിട്ടുണ്ട്. കാരണം സാജിദയെ പഴയ ഇന്റർവ്യൂ ഒക്കെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകും സാജിദക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. ഷാജിദന്റെ ബിസിനസ്സുകളും കാര്യങ്ങളും എല്ലാം അവർക്ക് ചെയ്യാൻ അർഹതയും അധികാരവും എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ പോകട്ടെ, അതൊക്കെ നല്ല കാര്യം തന്നെ, അങ്ങനെയൊക്കെ പോകട്ടെ. പക്ഷേ ഷാജിദായ രണ്ടാമത്തെ ഒരു മുഖമാണ് നിങ്ങൾ കണ്ടത്. നിങ്ങൾ കണ്ടില്ലേ, നിസ്കാരപ്പായയിൽ ഇരുന്നിട്ട് നിസ്കാര കുപ്പായം ഇട്ടിട്ട് ആ ഒരു സ്റ്റൈലിലാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്ത് വളരെ സൗമനസ്യത്തോടു കൂടി നല്ല സ്വഭാവത്തോടു കൂടി നല്ലൊരു കുടുംബിനിയായ ഒരു സാജിദയെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് തന്നെയാണ് മാർക്കറ്റിംഗ്. ഇങ്ങനെ തന്നെയാണ് എല്ലാം മാർക്കറ്റ് ചെയ്യേണ്ടത്. 2 സ്വഭാവം, ഒരേ ആൾക്ക് 2 സ്വഭാവമുണ്ട് എന്ന്. സ്വന്തം ഉമ്മാൻ്റെ അടുത്തും ബാപ്പാൻ്റെ അടുത്തും അതുപോലെ തന്നെ നാട്ടുകാരുടെ അടുത്തും വേറൊരു സ്വഭാവം, അതുപോലെ തന്നെ അവരുടെ കസ്റ്റമറിൻ്റെ അടുത്ത് സാധനം വിൽക്കാൻ വേണ്ടി മറ്റൊരു സ്വഭാവം. ഇതാണ് സാജിദാനെ മനസ്സിലാക്കാത്തവർക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഒരുപാട് ആൾ ഞങ്ങളോട് ചോദിച്ചു, ഈ യത്തീം മക്കളായ 5 മക്കളുടെ ഉമ്മ കുട്ടികളെ പോറ്റി ജീവിക്കുന്നതല്ല, എന്തിനാണ് നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്കുള്ള ഉത്തരമാണിത്. ഈ സ്ത്രീയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് നിങ്ങളും തീർച്ചയായിട്ടും ഈ കമൻറ്റ് ബോക്സുകളിൽ നിങ്ങളും എഴുതി അറിയിക്കുക. ഒരു കാരണവശാലും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു കുടുംബത്തെയും സമൂഹ മധ്യത്തിലേക്ക് വലിച്ചേച്ച് മോശമാക്കണമെന്ന് ഞങ്ങൾക്കോ ഒരുപാട് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മറ്റാർക്കുമോ ഒരു ധാരണയും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഇവർ ലൈവിൽ വന്ന് പറയുന്ന പച്ചത്തെറികൾ തീർച്ചയായിട്ടും ഇവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും. ഇവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് എന്തിനാണ്? അത് വിറ്റ് മാർക്കറ്റാക്കിയിട്ട് അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ മുഖം എന്താണ് യഥാർത്ഥ മുഖം, അത് പൊതുജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളും അത് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.